മിഥുൻ, ഈ വിഷയത്തിൽ പി ജയരാജൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അത് എല്ലാവരെയും ചിരിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ പടക്കമാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ്. വളരെ വിചിത്രമായിട്ടുള്ള ന്യായീകരണം. ബോംബ് സ്ഫോടനം എന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം കളയാൻ ശ്രമിക്കുന്നു എന്നാണ് പി ജയരാജൻ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ പടക്കത്തിന് ഒരു 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 വിശേഷണവും കൊടുത്തിട്ടുണ്ട്. ചരട് കൊണ്ട് കെട്ടിയ പടക്കം ആണ് അപകടം ഉണ്ടാക്കിയത് എന്നാണ് പി ജയരാജൻ്റെ ന്യായീകരണം. മിഥുൻ, അതായത് പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ പോലീസിന് നൽകുന്നു, നിർദ്ദേശം നൽകുന്നു. ഇതിനെ ബോംബിനെ പടക്കമാക്കി മാറ്റണമെന്ന് പറയുന്നു. പിണറായിയിലെ പോലീസ് അത് കൃത്യമായിട്ട് FIR-ൽ ഉൾപ്പെടുത്തുന്നു. അതായത് പടക്കമാണ് പൊട്ടിയത് എന്ന്. ഇപ്പോൾ ഇതാ സഖാവ് പി ജയരാജൻ വിചിത്രമായ ഒരു ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇത് ബോംബ് തന്നെ എന്ന ഏവരും ചിന്തിക്കുന്ന ഒരു തലത്തിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. കാരണം കൂടുതൽ ന്യായീകരണം വരുമ്പോൾ സ്വാഭാവികമായും സംശയം ബലപ്പെടും. മിഥുൻ, അനിലംപേർ, ഇതിൽ പി ജയരാജന്റെ ന്യായീകരണം തന്നെ അത് ബോംബാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ന്യായീകരണം തന്നെയാണ്. അതായത് ചരട് കൊണ്ട് കെട്ടിയ പടക്കമാണ് പൊട്ടിയത് എന്നാണ് പി ജയരാജൻ പറഞ്ഞത്. ചരട് കൊണ്ട് സാധാരണ നാടൻ ബോംബുകളാണ് ഉണ്ടാക്കാറുള്ളതെന്ന് കണ്ണൂരിലെ രാഷ്ട്രീയക്കാർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായതോ അത് നാടൻ ബോംബ് തന്നെ അല്ലേ എന്നൊരു സംശയം നിലനിൽക്കാറുണ്ട്. അപ്പോൾ പി ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തരത്തിൽ ചില പടക്കങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കെട്ട്, അതായത് ചരട് കൊണ്ട് കെട്ടുന്നതിന്റെ കെട്ടൽപ്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും, അനുഭവസ്ഥർ അല്ലെങ്കിൽ അപകടം ഉണ്ടാകുമെന്നാണ് പി ജയരാജൻ പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായും നാടൻ ബോംബ് തന്നെയെന്ന് നേതാവ് പറയാതെ പറയുകയാണ്.